2012 ഡൽഹി നിർഭയ കേസിനു ശേഷം തൊട്ടടുത്ത വർഷം തന്നെ 2013 ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ മറ്റൊരു കേസായിരുന്നു മുംബൈയിൽ നടന്ന ശക്തി മിൽസ് കൂട്ടബലാത്സംഗ കേസ്. 22 വയസ്സുള്ള ഫോട്ടോ ജേർണലിസ്റ്റായ ഒരു പെൺകുട്ടിയെയാണ് 5ഓളം പേർ ചേർന്ന് അതിക്രൂരമായി പീഡിപ്പിച്ചത്. നിർഭയ കേസിലെ പോലെ തന്നെ ഈ കേസിലും പ്രായപൂർത്തിയാവാത്ത ഒരു പ്രതിയുണ്ടായിരുന്നു. പക്ഷേ ഇരയുടെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഈ കേസ് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ആക്രമിക്കപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും മാധ്യമങ്ങളിലൂടെ അവൾ നടത്തിയ പ്രസ്താവന അത് വെറും പ്രസ്താവനയായിരുന്നില്ല, ഒരു താക്കീതായിരുന്നു. സ്ത്രീകളെ വേട്ടയാടാനായി തക്കം പാർത്തിരിക്കുന്ന നികൃഷ്ട ജീവികളോടുള്ള താക്കീത്. എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? പ്രതികളെ എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ ലഭിച്ചോ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. വിക്ടിമിന്റെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനാൽ ഈ വീഡിയോയിൽ പറയുന്ന പേരും കാണിക്കുന്ന ഫോട്ടോയും ഒറിജിനൽ ആയിരിക്കുന്നതല്ല എന്ന് ആദ്യമേ പറയുന്നു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാസികയിൽ ഫോട്ടോ ജേർണലിസ്റ്റായി ജോലി ചെയ്തു വന്നിരുന്ന 22 വയസ്സുകാരിയായിരുന്നു പൂജ. മുംബൈയിൽ നടക്കുന്ന ഇവന്റുകൾ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ സമ്മേളനങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി പ്രോഗ്രാമുകൾ കവർ ചെയ്യുന്നതിനും മറ്റുമായി നിരവധി ഫോട്ടോ ജേർണലിസ്റ്റുകൾ ആ മാസികയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് പൂജ. അഡ്വഞ്ചറസ് വർക്കുകൾ ഏറ്റെടുക്കുന്നതിൽ എന്നും ഒരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സ്റ്റാഫായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ 2013 ഓഗസ്റ്റ് 22 അവൾക്ക് ലഭിച്ച ടാസ്ക് ആ രീതിയിലുള്ളതായിരുന്നു. മുംബൈയിൽ നിരവധി ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളുണ്ട്. അതായത് ഒരു കാലത്ത് പ്രശസ്തമായ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന, എന്നാൽ ഇന്ന് ആൾപെരുമാറ്റമില്ലാതെ പ്രേതാലയങ്ങളായി തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ. അത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ ചെന്ന് ഒരു ലേഖനം തയ്യാറാക്കുന്നതിന് വേണ്ട നിരവധി ഫോട്ടോകൾ എടുക്കണം. അതായിരുന്നു പൂജയ്ക്ക് ലഭിച്ച ടാസ്ക്. തനിക്ക് ലഭിച്ച ജോലി ഒരു മടിയും കൂടാതെ ഏറ്റെടുത്ത പൂജ അത്തരം സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റിൽ ആദ്യം ഇടം പിടിച്ച കെട്ടിടമായിരുന്നു മുംബൈ മഹാലക്ഷ്മി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശക്തി മിൽസ്. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5 മണിയോടെ തന്നെ സഹപ്രവർത്തകൻ അഖിലിനോടൊപ്പം ശക്തി മിൽസിന്റെ ഫോട്ടോകൾ എടുക്കുന്നതിനായി ഓഫീസിൽ നിന്നും ഇറങ്ങിയ പൂജയ്ക്ക് അവിടെ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു. 1854 പ്രവർത്തനം തുടങ്ങിയ ശക്തി മിൽസ് മുംബൈയിലെ ടെക്സ്റ്റൈൽ യുഗത്തിന്റെ പ്രതീകമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമായിരുന്നു. മുംബൈ നഗരമധ്യത്തിൽ 6 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ സ്ഥാപനം ഒരു നൂറ്റാണ്ടിലധികം കാലം സജീവമായി പ്രവർത്തിച്ചിരുന്നതാണ്. എന്നാൽ ടെക്സ്റ്റൈൽ മേഖലയിലെ കടുത്ത മത്സരങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ മില്ലുടമകൾക്ക് കഴിയാതെ വരികയും ആധുനികവൽക്കരണത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തതോടെ ശക്തി മിൽസ് ക്ഷയിക്കാൻ തുടങ്ങി. 1980കളിലെ തുടർച്ചയായുള്ള തൊഴിലാളി സമരങ്ങൾ മില്ലിന്റെ തകർച്ച വേഗത്തിലാക്കി. ഒടുവിൽ 1983 കാലഘട്ടത്തിൽ ശക്തി മിൽസ് എന്നേക്കുമായി അടച്ചുപൂട്ടി. പതിയെ സ്ഥലം കാടുപിടിച്ചു. കെട്ടിടങ്ങളെല്ലാം തകരാൻ തുടങ്ങി. പിന്നീട് മുംബൈ അധോലോകവും രാഷ്ട്രീയ ഗുണ്ടകളും അവരുടെ ഒരു റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി ഈ സ്ഥലത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ 1990കളിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടം കാരണം സ്ഥലപരിമിതിയുള്ള മുംബൈ പോലൊരു നഗരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന 6 ഏക്കറോളം വരുന്ന ശക്തി മിൽസ് കോമ്പൗണ്ടിന്റെ മൂല്യം കുതിച്ചുയർന്നു. ഡെവലപ്പർമാരും ഊഹക്കച്ചവടക്കാരും സ്ഥലത്തിന്റെ നിയന്ത്രണത്തിനായി മത്സരിച്ചു. ഇത് ശക്തി മിൽസ് കോമ്പൗണ്ടിൽ അധോലോകവുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായി. ഒപ്പം അവകാശ തർക്കങ്ങളും രൂക്ഷമായതോടെ സ്ഥലം കോടതി വ്യവഹാരങ്ങളിൽ കുടുങ്ങി വർഷങ്ങളോളം ആളനക്കമില്ലാതെ കിടന്നു. കെട്ടിടങ്ങളെല്ലാം ക്ഷയിച്ച് അതൊരു പ്രേതാലയമായ അവസ്ഥയിലായി. വർഷങ്ങൾക്കിപ്പുറം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെയും ലൈംഗിക കുറ്റവാളികളുടെയും ഒരു കേന്ദ്രമായി ആ സ്ഥലം മാറിക്കഴിഞ്ഞിരുന്നു. 30 വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന അപകടം നിറഞ്ഞ ആ സ്ഥലത്തേക്കായിരുന്നു പൂജ അവളുടെ സഹപ്രവർത്തകൻ അഖിലിനോടൊപ്പം ഫോട്ടോകൾ എടുക്കാനായി എത്തിയിരിക്കുന്നത്. കൃത്യം 5:30 അവർ ആ കോമ്പൗണ്ടിനകത്തെത്തി. ഈവനിംഗ് ടൈമിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തെ ആ ഒരു ലൈറ്റിങ്ങിൽ ഫോട്ടോകൾ എടുത്താൽ നന്നായിട്ടുണ്ടാവുമെന്നുള്ള ചിന്തയിലാണ് അവർ ഈവനിംഗ് ടൈം തിരഞ്ഞെടുത്തത്.
അവർ രണ്ടുപേരും ശക്തി മിൽസിന് മുന്നിലെത്തി. പൂജ 1-2 ആംഗിളുകളിൽ നിന്നും കുറച്ച് ഫോട്ടോകൾ എടുത്തു. ഈ സമയത്താണ് പാതി തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടത്തിനകത്ത് നിന്നും 5 പേർ പുറത്തേക്ക് വന്നത്. അവർ പൂജയുടെ അരികിലെത്തി കാര്യം തിരക്കി. തങ്ങൾ ഒരു മാഗസിന് വേണ്ടി ഫോട്ടോകൾ എടുക്കാൻ വന്ന ജേർണലിസ്റ്റുകളാണെന്ന് പൂജ മറുപടി പറഞ്ഞു. ഇതോടെ 6 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ശക്തി മിൽസിനെ കുറിച്ച് തങ്ങൾക്ക് നന്നായി അറിയാമെന്നും നല്ല ഫോട്ടോകൾ കിട്ടണമെങ്കിൽ ബിൽഡിങ്ങിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകണമെന്നും പറഞ്ഞ് അവർ പൂജയോടും അഖിലിനോടും തങ്ങളുടെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. ആ യുവാക്കളുടെ പെരുമാറ്റത്തിൽ പന്തികേടുകളൊന്നും തോന്നാത്തതുകൊണ്ട് തന്നെ അവർ കൂടെ പോയി. പക്ഷേ ബിൽഡിങ്ങിനകത്ത് കയറിയതും അവരുടെ സ്വഭാവം മാറി. കൂട്ടത്തിലൊരുത്തൻ അഖിലിനെ ആക്രമിച്ചു. മറ്റുള്ള 2 പേർ ചേർന്ന് അവന്റെ വായിൽ തുണിതുരുകി കൈകാലുകൾ ബന്ധിച്ച് ഒരു റൂമിനകത്ത് കെട്ടിയിട്ടു. ഇതേ സമയം പൂജയെ കടന്നുപിടിച്ച മറ്റു 2 പേർ അവളെ മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി. കുറച്ചുനേരം കഴിഞ്ഞതും പൊട്ടിയ ബിയർ കുപ്പിയുമായി ഒരുത്തൻ അഖിലിന്റെ അടുത്ത് വന്ന് കാവൽ നിന്നു. ഈ സമയം മറ്റു 4 പേർ പൂജയുടെ അടുത്തായിരുന്നു. തകർന്നു വീഴാറായി കിടക്കുന്ന ആ കെട്ടിട സമുച്ചയത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്നും പൂജ ഉറക്കെ നിലവിളിക്കുന്നത് അഖിലിന് കേൾക്കാമായിരുന്നു. പക്ഷേ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ ശബ്ദം നിലച്ചു. ഓരോരുത്തരായി മാറി മാറി അഖിലിന്റെ അടുത്ത് വന്ന് കാവൽ നിന്നു. ഈ സമയത്തെല്ലാം പൂജയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവനറിയാമായിരുന്നു. പക്ഷേ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ 5 പേരും ചേർന്ന് അവളെ മാറി മാറി പീഡിപ്പിച്ചു. ശബ്ദമുണ്ടാക്കുകയും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്താൽ പൊട്ടിയ ഈ ബിയർ ബോട്ടിൽ നിന്റെ കഴുത്തിൽ തുളച്ചു കയറുമെന്ന് ഭീഷണിപ്പെടുത്തി പൂജയെ നിശബ്ദയാക്കിയതിനു ശേഷമായിരുന്നു പീഡനം. പീഡന ദൃശ്യങ്ങളെല്ലാം അവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. 1.5 മണിക്കൂറോളം നീണ്ട അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങളാണ് ആ പെൺകുട്ടി നേരിട്ടത്. ഒന്ന് നിലവിളിച്ച് കരയാൻ പോലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല. എല്ലാത്തിനും ശേഷം ആ 5 ക്രിമിനലുകളും ചേർന്ന് പൂജയെ വീണ്ടും ഭീഷണിപ്പെടുത്തി. ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പുറത്തു പറയാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നഗ്ന വീഡിയോകൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ആ ക്രിമിനലുകൾ ശക്തി മിൽസ് കോമ്പൗണ്ടിൽ നിന്നും കടന്നു കളഞ്ഞു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി പൂജ അഖിലിനരികിലെത്തി. അവന്റെ കെട്ടുകളഴിച്ചു. താൻ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ചെല്ലാം അവൾ അഖിലിനോട് തുറന്നു പറഞ്ഞു. ഇരുവരും പെട്ടെന്ന് തന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്നും അവരുടെ ബോസിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. അഖിലിന് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അവൻ വല്ലാതെ പേടിച്ചിരുന്നു. എന്നാൽ ഇത്രയും പീഡനങ്ങൾ നേരിട്ടിട്ടും ശാരീരികമായി തളർന്നിട്ടും സ്വകാര്യ ഭാഗങ്ങളിലൂടെ ചോരയൊലിച്ചിറങ്ങുമ്പോഴും പൂജ മനോധൈര്യം കൈവിട്ടില്ല. എന്തു ചെയ്യണമെന്ന് അവൾക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ബോസിനെ വിളിച്ചതിനു പുറമെ അവൾ സ്വന്തം അമ്മയെ വിളിച്ചും കാര്യം പറഞ്ഞു. ഒപ്പം മുംബൈ ജസ്ലോക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നും ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നും അവൾ അമ്മയോട് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പോയാൽ താൻ പീഡിപ്പിക്കപ്പെട്ടത് ഡോക്ടേഴ്സ് അറിയുമെന്നും അതിലൂടെ പോലീസിന് വിവരം ലഭിക്കുമെന്നും ഈ പീഡന വിവരം പുറം ലോകം അറിയുമെന്നുമെല്ലാം പൂജയ്ക്കറിയാം. അങ്ങനെ ന്യൂസ് ഫ്ലാഷ് ആയാൽ തന്റെ നഗ്ന വീഡിയോകൾ അക്രമികൾ പുറത്തുവിടാനും സാധ്യതയുണ്ട്. പക്ഷേ അതിന്റെ പേരിലൊന്നും ഭയന്ന് പിന്മാറാൻ പൂജ തയ്യാറായിരുന്നില്ല. തന്നെ പീഡിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായി തന്നെയാണ് അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്താൽ മാത്രമേ പ്രതികൾക്കെതിരായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിയൂ. നേരെ പോലീസ് സ്റ്റേഷനിലേക്കോ ഹോസ്പിറ്റലിലേക്കോ പോയി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെഡിക്കൽ പരിശോധനകൾ നടത്തും. റേപ്പ് കിറ്റ് ഉപയോഗിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും അക്രമിയുടെ ബീജം കണ്ടെത്തും. DNA ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിനും പീഡിപ്പിക്കപ്പെട്ട കാര്യം സ്ഥിരീകരിക്കാനും ഇത് സഹായിക്കും. പക്ഷേ മനക്കരുത്തുള്ളവർക്ക് അതിനൊക്കെ പറ്റൂ. ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന മിക്കവാറും പേരും മാനസികമായി തകരും. പീഡന വിവരം പുറത്തറിയുമോ എന്ന് ഭയക്കും. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ പീഡന വിവരം പുറത്തു പറയുന്നത്. അപ്പോഴേക്കും അക്രമികൾക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും നശിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ പൂജ മനക്കരുത്തുള്ള പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അവൾ എന്തും നേരിടാൻ തയ്യാറായിരുന്നു. അവൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഡോക്ടേഴ്സിനോട് കാര്യം പറഞ്ഞു. ആദ്യ പരിശോധനയിൽ തന്നെ പീഡന വിവരം സത്യമാണെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായി. അത്രയും പരുക്കുകൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ. ഉടനടി ഹോസ്പിറ്റൽ അധികൃതർ ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പൂജയുടെ മൊഴിയെടുത്തു.
പൂജയും അഖിലും നടന്ന കാര്യങ്ങളെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞതോടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും ആരംഭിച്ചു. ക്രൂര പീഡനങ്ങളേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ധൈര്യസമേതം മാധ്യമങ്ങളെ കാണാൻ പൂജ തീരുമാനിച്ചു. മാധ്യമങ്ങളുടെ മുന്നിൽ ധൈര്യത്തോടെ നിന്ന് അവൾ നടത്തിയ പ്രസ്താവന അത് ഒരു ഒന്നൊന്നര പ്രസ്താവനയായിരുന്നു. തന്നെ പീഡിപ്പിച്ച ക്രിമിനലുകളോടായി അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊരു ജേർണലിസ്റ്റാണ്. നിങ്ങൾ പീഡനത്തിനിരയാക്കിയ മറ്റുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ പോലെ ഞാനും ഓടിയൊളിക്കുമെന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ തെറ്റി. എന്നെ പീഡിപ്പിച്ച നിങ്ങൾ 5 പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോവും. ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്നുള്ള തോന്നലുണ്ടാവണമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കണം. എന്റെ മനോധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും തകർക്കാൻ നിങ്ങളെപ്പോലുള്ള ക്രിമിനലുകൾക്ക് കഴിയില്ല. പീഡനത്തിനിരയായി എന്ന് കരുതി ജോലി ഉപേക്ഷിക്കാനും ഓടിയൊളിക്കാനും ഞാൻ തയ്യാറല്ല. ഇതേ ജോലി ഞാൻ വീണ്ടും ചെയ്യും. സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കും. ഇങ്ങനെയുള്ള ശക്തമായ പ്രസ്താവനകളാണ് ആ പെൺകുട്ടി നടത്തിയത്. പൂജയുടെ പ്രസ്താവനകളെ അഭിനന്ദിച്ചും അവൾക്ക് പിന്തുണയറിയിച്ചും നിരവധി പേർ രംഗത്ത് വന്നു. കേസ് ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായി. മുംബൈ പോലീസ് 20ഓളം ടീമുകൾ രൂപീകരിച്ച് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് മറ്റൊരു പരാതി കൂടി ലഭിച്ചത്. 19 വയസ്സുള്ള ഒരു കോൾ സെന്റർ ജീവനക്കാരിയാണ് പരാതിയുമായി എത്തിയത്. ജൂലൈ 31 താനും കാമുകനും ചേർന്ന് ശക്തി മിൽസ് കോമ്പൗണ്ടിലേക്ക് പോയിരുന്നു എന്നും ആ സ്ഥലത്ത് വെച്ച് താനും സമാനമായ രീതിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി എന്നുമായിരുന്നു ആ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. 5 പേർ ചേർന്നാണ് അവളെയും പീഡിപ്പിച്ചിരിക്കുന്നത്. അവളുടെ നഗ്ന ഫോട്ടോകളും അവർ പകർത്തിയിരുന്നു. ഈ ഫോട്ടോകൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതുകൊണ്ടാണ് ഞാൻ പരാതി നൽകാതിരുന്നത് എന്നും, എന്നാൽ പൂജയുടെ ധൈര്യസമേതമുള്ള വെളിപ്പെടുത്തലുകൾ കേട്ടതോടെയാണ് ഞാൻ പരാതി നൽകാൻ തീരുമാനിച്ചത് എന്നും ആ പെൺകുട്ടി പറഞ്ഞു. ഇതോടെ നിരവധി പെൺകുട്ടികളെ ആ ക്രിമിനലുകൾ പീഡനത്തിനിരയാക്കിയിട്ടുണ്ടാവുമെന്നുള്ള സംശയം ബലപ്പെട്ടു. ഇരകൾ 2 പേരും നൽകിയ വിവരങ്ങൾ വെച്ച് പോലീസ് പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കി. പൂജയുടെ സഹപ്രവർത്തകൻ അഖിലും പ്രതികളെ കണ്ടിട്ടുള്ളതിനാൽ അവനും നിർണായക വിവരങ്ങൾ നൽകി. എല്ലാവരും പറഞ്ഞുകൊടുത്ത വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതികളിൽ ഒരാൾ മൈനറാണ് എന്നുള്ളതാണ്. അവന് 16 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാവില്ല എന്നും ആ 3 പേരും പറഞ്ഞു. പ്രതികളുടെ രേഖാചിത്രം തയ്യാറായതോടെ പോലീസ് അത് വെച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി. ശക്തി മിൽസിന്റെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രായപൂർത്തിയാവാത്ത മറ്റൊരു പയ്യനിൽ നിന്നും പ്രതികളിൽ ഒരാളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു. പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രത്തിൽ പ്രായപൂർത്തിയാവാത്ത പ്രതിയുടെ രേഖാചിത്രം ആ പയ്യൻ തിരിച്ചറിയുകയായിരുന്നു. തന്റെ സുഹൃത്തായ ചാന്ദ് ഷെയ്ഖാണ് ആ രേഖാചിത്രത്തിലുള്ളത് എന്നും ഓഗസ്റ്റ് 22 രാത്രി ഷർട്ട് മുഴുവൻ ചെളിയാക്കി തന്റെ അടുത്ത് വന്ന അവന് ഞാൻ എന്റെ ഷർട്ട് നൽകിയിരുന്നു എന്നും ആ പയ്യൻ മൊഴി നൽകി. കൂടാതെ ചാന്ദ് ഷെയ്ഖിന്റെ വീടും അവൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. ആ വീട്ടിൽ നിന്നും മൈനറായ ആ ക്രിമിനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപജീവനത്തിനു വേണ്ടി മുത്തശ്ശിയോടൊപ്പം റോഡ് സൈഡിൽ പഴങ്ങൾ വെച്ച് വിൽപ്പന നടത്തുന്നതാണ് അവന്റെ ജോലി. അച്ഛനും അമ്മയുമില്ല, ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാട്. എന്നിട്ടാണ് അവൻ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ കൂട്ടുപ്രതികളായ 4 പേരെക്കുറിച്ചും അവൻ തുറന്നു പറഞ്ഞു. അതിൻ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട 2ാമത്തെ പ്രതി 19 വയസ്സുള്ള വിജയ് ജാദവ് ആയിരുന്നു. അച്ഛനും അമ്മയും 2 സഹോദരിമാരുമോടൊപ്പം ഒരു റെന്റൽ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന വിജയ് ജാദവ് 2011 ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. 24 വയസ്സുള്ള സിറാജ് റഹ്മാൻ ഖാനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട 3ാമത്തെ പ്രതി. അമ്മ മരണപ്പെടുകയും അച്ഛൻ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതിനെ തുടർന്ന് ഫുട്പാത്തിനോട് ചേർന്നുള്ള ഒരു ചെറിയ കുടിലിൽ താമസിച്ചു വരുന്ന സിറാജ് റഹ്മാൻ ഉപജീവനത്തിനായി കടകളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു വരുന്ന വ്യക്തിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. 21 വയസ്സുള്ള മുഹമ്മദ് ഖാസിം ഷെയ്ഖ്, 27 വയസ്സുള്ള മുഹമ്മദ് സലീം അൻസാരി എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റു പ്രതികൾ. ഇതിൽ അവസാനമായി അറസ്റ്റ് ചെയ്യപ്പെട്ട മുഹമ്മദ് സലീം അൻസാരിയാണ് ഈ കുറ്റകൃത്യത്തിന്റെ മുഖ്യ ആസൂത്രകൻ. ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ച് നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് അൻസാരി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പ്രതികൾ 5 പേരെയും ഫോട്ടോ ജേർണലിസ്റ്റായ പൂജയും സഹപ്രവർത്തകൻ അഖിലും തിരിച്ചറിഞ്ഞു. എന്നാൽ ജൂലൈ 31 പീഡിപ്പിക്കപ്പെട്ട കോൾ സെന്റർ ജീവനക്കാരി 3 പ്രതികളെ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ.
വിജയ് ജാദവ്, മുഹമ്മദ് ഖാസിം ഷെയ്ഖ്, മുഹമ്മദ് സലീം അൻസാരി എന്നിവരായിരുന്നു അവർ. അതായത് 2 പ്രതികൾ കൂടി അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടെന്ന് ചുരുക്കം. പ്രതികൾ 5 പേരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും അവരെക്കുറിച്ചും വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് 26 വയസ്സുള്ള മുഹമ്മദ് അഷ്ഫാഖ് ഷെയ്ഖിനെ കൂടാതെ പ്രായപൂർത്തിയാവാത്ത മറ്റൊരു പ്രതി കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടു. മൊത്തം 7 പ്രതികളിൽ 2 പേർ ജുവനൈൽസ് ആണെന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു. ഫോട്ടോ ജേർണലിസ്റ്റായ പൂജ കൃത്യസമയത്ത് പീഡന വിവരം പുറത്തു പറഞ്ഞതിനാൽ പ്രതികൾക്കെതിരായിട്ടുള്ള നിരവധി ഫോറൻസിക് എവിഡൻസുകൾ ലഭിച്ചിരുന്നു. പ്രതികൾ കുറ്റസമ്മതം നടത്തുക കൂടി ചെയ്തതോടെ 2013 സെപ്റ്റംബർ 13 മുംബൈ ക്രൈംബ്രാഞ്ച് ഫോട്ടോ ജേർണലിസ്റ്റ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൂട്ടബലാത്സംഗം, പ്രകൃതിവിരുദ്ധ കുറ്റകൃത്യം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചാർജ് ചെയ്തു. 2013 ഒക്ടോബർ 14 മുതൽ കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ഒക്ടോബർ 17 ഫോട്ടോ ജേർണലിസ്റ്റും ഒക്ടോബർ 30 കോൾ സെന്റർ ജീവനക്കാരിയും കോടതിയിലെത്തി മൊഴി നൽകി. 2014 മാർച്ച് 20 വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസിലെ ശിക്ഷ വിധിച്ചു. കോൾ സെന്റർ ജീവനക്കാരി പീഡിപ്പിക്കപ്പെട്ട കേസിൽ 4 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. എന്നാൽ ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കേസിലേക്ക് വന്നപ്പോൾ വിധി മാറി. കാരണം വിജയ് ജാദവ്, മുഹമ്മദ് ഖാസിം ഷെയ്ഖ്, മുഹമ്മദ് സലീം അൻസാരി എന്നിവർ 2 കേസുകളിലും പ്രതികളാണ്. അതായത് അറിഞ്ഞുകൊണ്ട് ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത്. അതിനാൽ ഈ പ്രതികൾക്കെതിരെ IPC സെക്ഷൻ 376 പ്രകാരം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ആവർത്തിച്ചുള്ള ബലാത്സംഗ കുറ്റങ്ങൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണിത്. 2012 ഡൽഹി നിർഭയ കേസിനു ശേഷം വന്ന നിയമ ഭേദഗതിയിലൂടെയാണ് ഈ വകുപ്പ് നിലവിൽ വന്നത്. അങ്ങനെ 2 ബലാത്സംഗ കേസുകളിലും പ്രതികളായ 3 പേർക്ക് വധശിക്ഷയും മറ്റു 2 പേർക്ക് ജീവപര്യന്തവുമാണ് ശിക്ഷ വിധിച്ചത്. എന്നാൽ പ്രായപൂർത്തിയാവാത്ത 2 പ്രതികൾക്ക് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം വെറും 3 വർഷം മാത്രമാണ് ശിക്ഷ ലഭിച്ചത്. ഇന്ത്യൻ നിയമപ്രകാരം ഒരു ജുവനൈൽ കുറ്റവാളിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് 3 വർഷം എന്നുള്ളത്. 2021 നവംബർ 25 ബോംബെ ഹൈക്കോടതി 3 പ്രതികൾക്ക് ലഭിച്ച വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയുണ്ടായി. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. നിലവിൽ ഈ കേസിലെ പ്രായപൂർത്തിയാവാത്ത കുറ്റവാളികളൊഴിച്ച് മറ്റുള്ള എല്ലാവർക്കും ജീവപര്യന്തം ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയെ നടുക്കിയ ശക്തി മിൽസ് കൂട്ടബലാത്സംഗ കേസ്. ഫോട്ടോ ജേർണലിസ്റ്റായ ആ പെൺകുട്ടിയുടെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേസ് പുറത്തു വന്നതും പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചതും. അല്ലായിരുന്നുവെങ്കിൽ മറ്റനേകം പെൺകുട്ടികൾ സമാനമായ രീതിയിൽ ആ കെട്ടിടത്തിനകത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ടേനെ. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.